ഹായ്, പാർക്കുട്ടി മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സസ്നേഹ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്ന് 7ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ 8ാമത്തെ സ്റ്റെപ്പിലേക്ക് സൂര്യ നമസ്കാർ കടക്കുന്നു. 7ാമത്തെ സ്റ്റെപ്പ് ഇതായിരുന്നു. ഇതാണ് 7ാമത്തെ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിൽ നിന്നാണ് നമ്മൾ 8ാമത്തെ സ്റ്റെപ്പിലേക്ക് നിശ്വസിച്ചുകൊണ്ട്, അതായത് ശ്വാസത്തെ പുറത്തേക്ക് ക്രമമായി വിട്ടുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക്, സൂര്യ നമസ്കാരന്റെ 8ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുന്നു. ഈ നിൽപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ പൊസിഷനിൽ നിന്ന് നമ്മളുടെ കാൽമുട്ടുകളെ മെല്ലെ പൊക്കി, കാൽ പെരുവിരലിൽ കാലുകൾ പിടിച്ചുകൊണ്ട് കാൽമുട്ടുകളെ മെല്ലെ പൊക്കി നമ്മളുടെ അരക്കെട്ട് അതോടൊപ്പം മേലോട്ട് പൊന്തി തല അല്പാൽപമായി രണ്ട് കൈകളുടെയും ഉള്ളിലൂടെ പുറകിലേക്ക് ഉൾഭാഗത്തേക്ക് മെല്ലെ കൊണ്ടുപോയി ഈ നിൽക്കുന്ന സമയം നമ്മളുടെ അരക്കെട്ടിനെ പൂർണ്ണമായും പുറത്തേക്ക് ബാക്കിലേക്ക് തള്ളുക. ഈ സമയം നമ്മളുടെ കൈകളും കാലുകളും നേരെയാക്കി ശ്വാസത്തെ മന്ദഗതിയിൽ വിട്ടുകൊണ്ട് ഏതാനും നിമിഷം നമ്മൾ ഇതേ പൊസിഷനിലേക്ക് നമ്മളെ അരക്കെട്ടിനെ പുറകിലേക്ക് വലിക്കുക. അതോടൊപ്പം നമ്മളുടെ കാലിൻ്റെ പത്തികൾ ഭൂമിയിൽ പതിയുകയും നമ്മൾ തല നമ്മളുടെ രണ്ട് കൈകളുടെ ഇടയിലൂടെ ഉള്ളിലേക്ക് വലിക്കുകയും നമ്മളുടെ പൊക്കിളിൻ്റെ സ്ഥാനത്തേക്ക് നമ്മളുടെ കണ്ണുകളെ അയക്കുകയും ഇപ്പോൾ നമ്മളുടെ ശരീരം തല ഉള്ളിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്നതിനാൽ നമ്മുടെ ശരീരത്തെ പൂർണ്ണമായും ബാക്കിലേക്ക്, ശരീരത്തിൻ്റെ കൈകൾ തൊട്ട് കാൽപാദം വരെ നമ്മൾ ശരീരം മൊത്തമായും ഒരു വലിഞ്ഞ നിലയിൽ നിർത്തുക. ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് നമ്മുടെ അടിവയർ ഉള്ളിലേക്ക് വലിക്കുകയും കൈകളും കാലുകളും നേരെ ബലം കൊടുത്തുകൊണ്ട്, ശക്തമായ ബലം കൊടുത്തുകൊണ്ട് ശരീരത്തെ പൂർണ്ണമായും തലയെ ഉള്ളിലേക്കാക്കിക്കൊണ്ട് ഒരു വി ആകൃതിയിൽ കൊണ്ടുവരിക. ഇപ്പോഴത്തെ നമ്മളുടെ പൊസിഷൻ ഒരു വി ആകൃതിയിലാകുകയും നമ്മൾ ഭൂമിയോടെ ഏറ്റവും കൂടുതൽ അടുത്ത ഒരു ത്രികോണാവസ്ഥയിലേക്ക് ചേരുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ ശ്വാസത്തെ പുറത്തേക്ക് വിട്ടുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാതെ ഏതാനും നിമിഷം ഇങ്ങനെ നിൽക്കുക. ഇതാണ് നമ്മളുടെ 8ാമത്തെ പൊസിഷൻ. ഈ പൊസിഷനാണ് 8ാമത്തെ സൂര്യ നമസ്കാരന്റെ 8ാമത്തെ പൊസിഷൻ. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൈക്കുഴ, ഭുജം, തോള്, കഴുത്ത്, ബാക്കിലെ പേശികൾ, നമ്മളുടെ നട്ടെല്ല് ഇവയ്ക്കൊക്കെ പരമാവധി വ്യായാമം കിട്ടുകയും ശരീരത്തെ പൂർണ്ണമായി അത് പിന്താങ്ങുകയും ചെയ്യുന്നു. കാലിൻ്റെ തുട, കാൽമുട്ടുകൾ, കാൽപാദം എന്നിവയ്ക്ക് നല്ല രീതിയിലുള്ളൊരു വ്യായാമം ബലത്തോടുകൂടെ കിട്ടുകയും ശരീരത്തെ പൂർണ്ണമായും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. സൂര്യ നമസ്കാരൻ്റെ 8ാമത്തെ ഇതിൻ്റെ ഗുണം ഇതാണ്. ഏറ്റവും ആയാസകരമായി തന്നെ നമ്മൾ വളരെ നല്ല രീതിയിൽ ഈ സൂര്യ നമസ്കാരം ചെയ്താൽ നമ്മളുടെ കൈകൾക്കും കാലുകൾക്കും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മളുടെ എല്ലാ ഭാഗങ്ങളിലേക്കും നല്ല രീതിയിലുള്ള ഒരു വ്യായാമത്തെ കൊണ്ടുവരുവാനായിട്ട് സൂര്യ നമസ്കാരൻ്റെ 8ാമത്തെ സ്റ്റെപ്പ് നമുക്ക് സംജാതമാകുന്നു. നമ്മളുടെ സിരകളിലൂടെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കുവാനും മനസ്സിന് ഒരു ശാന്തത ലഭിക്കുവാനും സൂര്യ നമസ്കാരൻ്റെ 8ാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുമെന്ന് ഉറപ്പു തരുന്നു. നല്ല രീതിയിലുള്ള ശരീരത്തെ സംരക്ഷണത്തിലൂടെ നല്ല രീതിയിലുള്ള ഒരു വ്യായാമത്തിലേക്ക് നിങ്ങളുടെ ശരീരത്തെ നയിക്കുകയും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാൻ സൂര്യ നമസ്കാരൻ്റെ 8ാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് സംജാതമാകുമെന്നും ഉറപ്പ് നൽകിക്കൊണ്ടും അടുത്ത 9ാമത്തെ സ്റ്റെപ്പിലേക്ക് ഞാൻ കടക്കുന്നതിന് മുൻപ് പാർക്കുട്ടി മീഡിയയുടെ എല്ലാവിധ സ്നേഹാശംസകൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ 8ാമത്തെ സ്റ്റെപ്പ്